നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 16:23. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. 6 നിയോഗങ്ങളില്ല, അസ്തമിച്ചു. 6 നിയോഗങ്ങൾ അസ്തമിക്കും. അവിടെ വെച്ച് ചോദിക്കണത് എന്താണ്? പരിശുദ്ധാത്മാവ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവസാനം വരുമ്പോൾ നിയോഗങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം ഈശോ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാർക്ക് കൊടുക്കണതിൻ്റെ കാര്യം അവിടെ വെച്ച് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. നിയോഗം തന്നെ പ്രാർത്ഥിച്ചിരുന്ന് അത് നേടി പിന്നെ നിയോഗം വെച്ച് അത് നേടി അത് നിയോഗം വെച്ച് പിന്നെ നേടിയിരിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. പിന്നെ നിയോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ചാകണ വരെ നിയോഗങ്ങളാവും. എന്താ കാര്യം? ദൈവം അത് ഉദ്ദേശിക്കണില്ല. ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 4:13-14 തിരുവചനങ്ങൾ. യോഹന്നാൻ 4:13-14. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. പുതിയൊരു ആവശ്യം, പുതിയ ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആക്രാന്തം ഉണ്ടായിക്കൊണ്ടിരിക്കും, അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്കൊരിക്കലും ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്നു ഉച്ചത്തിൽ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. എന്നെ വിശ്വസിക്കുന്ന അധരത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ശ്രുതികട്ടെ ഹല്ലേലൂയ. 7:37 യോഹന്നാൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 7:37. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്താണ് ജീവജലത്തിന്റെ അരുവിയും? താഴെ പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കാനിരുന്നവര് സ്വീകരിക്കാതിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ഒന്ന് പറഞ്ഞ്, തന്നിൽ വിശ്വസിക്കാനിരുന്നവര് സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ.